ഹലോ നമസ്കാരം. ചന്ദ്രകൻ ടാറ്റാ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പാൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ പ്രത്യേക സന്ദേശങ്ങളാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ ഇൻ കാപ്രിക്കോണിൽ നൽകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക സന്ദേശങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. തംബ്നെയിലിൽ 3 ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ചൂസ് ചെയ്യുക. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകൻ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഡെക്ക് അല്ലെങ്കിൽ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ പൗർണമിയിൽ യൂണിവേഴ്സ് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ വ്യക്തിയിൽ ഒരു അപ്ഗ്രേഡ് നടക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന അതിനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഓരോ അനുഭവങ്ങളിലൂടെയാണ് വരിക. അപ്പോൾ അത്തരം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിൽ നിങ്ങൾ ഓരോ പാഠങ്ങൾ, ജീവിത പാഠങ്ങളാണ് അവിടെ പഠിക്കുന്നത്. അപ്പൊ അത് പഠിക്കുന്നതിന് നിങ്ങൾ തയ്യാറാകണം എന്ന് പറയുന്നു. അതായത് ഇത് എന്റെ നന്മയ്ക്കാണ്, ഞാൻ എന്ന വ്യക്തിയിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ടാകുന്നതിനാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് എന്ന രീതിയിൽ വേണം ഓരോ അനുഭവങ്ങളെയും നോക്കിക്കാണാൻ. അതിലൂടെ അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ആ അവസരങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു സെൽഫ് ഗ്രോത്ത് ആണ് നിങ്ങളുടെ ജീവിതത്തില് ഈ ഒരു ഗ്രോത്ത്, ഈ ഒരു അപ്ഗ്രേഡ് നിങ്ങളിൽ സംഭവിക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു തീവ്രമായ ഒരു ആഗ്രഹം, അത് നിങ്ങൾ അതുമായി അലൈൻഡ് ആകണമെങ്കിൽ നിങ്ങളിൽ ഒരു അപ്ഗ്രേഡ് നടക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം ഇപ്പൊ നിങ്ങളുമായിട്ട് അലൈൻഡ് ആകണം എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അലൈൻഡ് ആയാൽ തന്നെയാണ് ഇതില് എന്താ പറയാ, ഇത് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്കും അത് ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾക്ക് അത് അറിയാം എന്ന് കാണുന്നു. അതായത് നിങ്ങളിൽ ഈ ഒരു ആഗ്രഹം നിങ്ങൾ നടക്കാത്തതില് നിങ്ങൾക്ക് ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കേണ്ടതുണ്ട്, നിങ്ങളിൽ ഒരു ചേഞ്ച്, ഒരു അപ്ഗ്രേഡ് ഉണ്ടാകേണ്ടതുണ്ട്. ആ ഒരു ഇൻറ്റ്യൂറ്റീവ് തോട്ട് അല്ലെങ്കിൽ ഇൻറ്റ്യൂറ്റീവ് സൈൻ നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചിട്ടുള്ളതാണ് എന്ന് കാണുന്നുണ്ട്. യു നീഡ് ടു മേക്ക് പീസ് വിത്ത് ഇറ്റ്. അതിനെ അംഗീകരിക്കാൻ പറയുന്നു. നിങ്ങളത് അംഗീകരിക്കുന്നില്ല. നിങ്ങളത് എനിക്ക് എന്ത് മാറ്റം വേണ്ടത്, എനിക്ക് ഇത് ഞാൻ എന്താ പറയാ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഡീൽ ചെയ്യാൻ എനിക്ക് പറ്റും, അത് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ റെഡിയാണ്, പിന്നെ എനിക്ക് എന്ത് മാറ്റം വരാനാണ്, എനിക്ക് ഇത് വന്നാലേ എന്റെ ജീവിതത്തിൽ മാറ്റം വരുള്ളൂ, അല്ലാതെ വേറൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല, ഇങ്ങനെ ഒരു പിടിവാശി നിങ്ങൾക്കുണ്ട്. അത് പാടില്ല എന്ന് പറയുന്നു. ആ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരുക തന്നെ വേണം. ഈ ഒരു സ്റ്റബേൺനെസ്, ഈ ഒരു പിടിവാശി നിങ്ങളുടെ ഈഗോ ആണ്. അത് മാറ്റി വെക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ കുറേ കൂടെ പക്വതയോടെ നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയാണ്. ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, സ്വസ്ഥമായ മനസ്സോടെ ഇരിക്കുക. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വേണ്ടതില്ല. ഓക്കെ, അനാവശ്യമായ ചിന്തകൾ വേണ്ട. ഈ അനാവശ്യമായിട്ടുള്ള ഈഗോയും വേണ്ട, അനാവശ്യമായിട്ടുള്ള ചിന്തകളും വേണ്ട. നിങ്ങൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് റിസ്ക് എടുക്കേണ്ട ഒരു ടൈം ഒന്നല്ല. ഈ ഒരു സമയം നിങ്ങൾ വളരെ ക്ഷമയോടുകൂടെ നിങ്ങളിൽ തന്നെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. വളരെ ക്ഷമയോടെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചില പാസ്റ്റ് എനർജീസിൽ നിന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടൊഴിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന്. അത് വിട്ടൊഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ അപ്ഗ്രേഡ് ഉണ്ടാവുന്നത്. ആ അപ്ഗ്രേഡ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ആ അപ്ഗ്രേഡ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് വിട്ടൊഴിക്കേണ്ടത്, അതെന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിനും അതിന് വേണ്ടുന്ന അവസരങ്ങൾ, അത് വിട്ടൊഴിക്കേണ്ട അവസരങ്ങളുമാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്. ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്, പ്രത്യേകിച്ച് ജൂലൈ മാസത്തില്. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് അത് ചെയ്യുക. ആ ഒരു യൂണിവേഴ്സിറ്റി ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യാം. അവിടെ നിങ്ങളുടെ ഈഗോ ഒരു തടസ്സമായി നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ ചെയ്തു കഴിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പൂർണ്ണമായും അർഹതയുള്ള, നിങ്ങൾ ആക്ച്വലി ജീവിക്കേണ്ട ആ ഒരു സാഹചര്യം, ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത്. ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ, ഒരുപാട്
ആഘോഷങ്ങൾ നിറഞ്ഞ ഒരു സംതൃപ്തി നിറഞ്ഞിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതം നടക്കുന്ന മുന്നോട്ട് പോകുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ ഈ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്ഗ്രേഡ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചേ തീരൂ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി ആ ഒരു ഉദ്ദേശം യൂണിവേഴ്സിന്റെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പൊ അനാവശ്യമായിട്ടുള്ള പിടിവാശികളും വേണ്ട, ഈഗോയും വേണ്ട. ഓക്കെ, ഈ സമയം മാക്സിമം യൂണിവേഴ്സുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളിൽ തന്നെയാണ് പ്രവർത്തനം നടക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അത് യൂണിവേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾ ഓരോ സാഹചര്യങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത് നിങ്ങളുടെ അപ്ഗ്രേഡിനാണെന്ന് മനസ്സിലാക്കി അബോധ്യത്തോടെ മുന്നോട്ട് പോവുക. അങ്ങനെ ഓരോ അനുഭവങ്ങളെയും ഓരോ അവസരങ്ങളായിട്ട് കാണുക. അങ്ങനെ നിങ്ങളിൽ വരേണ്ട ആ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് അപ്പൊ മനസ്സിലാവും നിങ്ങൾ എന്ത് ആക്ഷനാണ് അവിടെ എടുക്കേണ്ടത് എന്നുള്ളത്. അതേ രീതിയിൽ ആക്ഷൻ എടുക്കുക. നിങ്ങൾ വിട്ടുകളയേണ്ടത് എന്താണെന്ന് മനസ്സിലാകുമ്പോൾ അതിനെ വിട്ടുകളയുകയും ചെയ്യാം. ഇത്ര മാത്രം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്തിനു വേണ്ടി അപ്പുറത്ത് പരിശ്രമിക്കുന്നു, എന്തൊരു കാര്യത്തിനെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് ഓരോന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഓരോന്നായിട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യും, നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. അപ്പോൾ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് കമന്റ്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ കാപ്രിക്കോൺ പൗർണമിയിലെ യൂണിവേഴ്സിന് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് നോക്കാം. ട്രസ്റ്റ് ദ അൺനോൺ എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സിനെ അന്ധമായി വിശ്വസിക്കേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ. നിങ്ങൾക്ക് മുന്നിൽ യാതൊരു തെളിവുകളില്ലെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, യൂണിവേഴ്സ് അത് കൊണ്ടുവരുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. യൂണിവേഴ്സിനെ അത്രമേൽ നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എന്നാണ് ഞാൻ കാണുന്നത്. Clarify the moon. യെസ്, ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് വിഷമിച്ചിരിക്കേണ്ട ഒരു സമയമല്ല. നിങ്ങൾ അങ്ങനെ വിഷമിച്ചിട്ട് ആ നിരാശയോടെ ഇരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ പലതും നിങ്ങൾ കാണാതെ പോവും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണെങ്കിൽ കൂടെ ആ നടക്കുന്നുണ്ട്, അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ഞാൻ കാണേണ്ട സമയത്ത്, ഞാൻ അറിയേണ്ട സമയത്ത്, ഞാൻ അനുഭവിക്കേണ്ട സമയത്ത് അതെന്റെ അനുഭവത്തിൽ വന്നിരിക്കേണ്ട യാഥാർത്ഥ്യത്തിൽ അതെനിക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിക്കും. യൂണിവേഴ്സ് ഡെഫിനറ്റ്ലി എനിക്ക് ഫേവർ ആയിട്ട്, എനിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കേണ്ടത്. ഈ എനർജിയിൽ ആയിരിക്കുമ്പോഴാണ് നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആവുക. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇപ്പോൾ വേണ്ടത്. ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുക. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറയുന്നത്. അതായത് ഇപ്പം വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ എപ്പോഴും ലൈഫിൽ നോക്കി കാണുന്നതും ഒക്കെ. ഓക്കെ, കുറച്ചൊക്കെ ഒരു എൻജോയ്മെന്റ് വേണ്ട സമയമാണ്. അതിന് ഈ ഒരു സമയം ഉപയോഗിക്കാൻ പറയുന്നു. ഇങ്ങനെ വിഷമിച്ചും ടെൻഷൻ അടിച്ചൊലിരിക്കേണ്ടത്, നിങ്ങൾ റിലാക്സ് ചെയ്യേണ്ട, എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ധൈര്യമായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിക്കുക, റിലാക്സ് ചെയ്യുക, എൻജോയ് ചെയ്യുക, നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സെൽഫ് ഫുൾഫിൽമെന്റ്, ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തി തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിൽ ഏർപ്പെടുക, അതിൽ ഫോക്കസ് ചെയ്യുക. അത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ഹോബീസ് ആണെങ്കിലും അത് ചെയ്യാൻ നിങ്ങളോട് പറയാണ്. നിങ്ങൾ മാക്സിമം റിലാക്സ് ആയിട്ടിരിക്കുക. അതാണ് യൂണിവേഴ്സിന് ഇപ്പോൾ ആവശ്യം. അത് നിങ്ങളെ ഗ്രൗണ്ടഡ് ആക്കും എന്നാ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ തന്നെയായിരിക്കും. കാരണം നിങ്ങളുടെ ശ്രദ്ധ മൊത്തം പ്രസന്റ് മൊമെന്റിലാണ്. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എനർജിയിലേക്ക് എത്തും. ലൈഫ് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതേ രീതിയിൽ മുന്നോട്ട് പോകുക. അത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ ലൈഫ് കുറേയും കൂടെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോരോ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ അനുഭവത്തിൽ വരിക. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബ്രേക്ക് ത്രൂ, ഓക്കെ, ആ ഒരു ന്യൂ സ്റ്റാർട്ട് എന്ന് തന്നെ ഉണ്ടാവുന്നത് അപ്പോഴാണ്. അപ്പൊ നിങ്ങളോട് ആ ന്യൂ സ്റ്റാർട്ടിന്റെ എനർജി എങ്ങനെയാണെന്ന് നോക്കുക. ടവർ കാർഡാണ്. അതായത് കംപ്ലീറ്റ്ലി ഒറ്റ നിമിഷം കൊണ്ട് മാറി മറിയുന്ന ആ ഒരു എനർജിയും കൂടി അത്രയും, അതായത് അത്രയും സ്പീഡിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത്
റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ കാണുന്നില്ല, ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു സ്റ്റാഗ്നന്റ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കെട്ടി നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു മാറ്റമില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ, ആ മാറ്റമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ സമാധാനത്തോടെ ആയിരിക്കാനും ജീവിതത്തിൽ ഒരു റിലാക്സ്ഡ് ആയിട്ട് ആ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ഒന്ന് ലൈഫിൽ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഓക്കെ, ആ ഒരു സ്റ്റക്ക് എനർജിയിൽ പീസ്ഫുൾ ആയിരിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അത് ചെയ്യുമ്പോൾ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ കംഫർട്ടബിൾ ആകുമ്പോൾ പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിക്കുക, വളരെ പെട്ടെന്ന്. ടവർ കാർഡ് എപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത മാറ്റങ്ങളാണ് ടവർ മൊമെന്റ്സ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും നടക്കുക, ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും നടക്കുക. പക്ഷെ ഇവിടെ പോസിറ്റീവ് ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയും. ഓക്കെ, അപ്പോൾ ആ മാറ്റങ്ങളിൽ നിങ്ങൾക്ക് സ്വീകരിച്ച് പോകാനും സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ്, ഒരു ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സമാധാനം നിറഞ്ഞൊരു സമയത്തിലേക്കാണ് നിങ്ങൾ അതുവഴി എത്തിച്ചേരുന്നത്. അത്രയും മനസ്സിലാക്കുക. യൂണിവേഴ്സ് അത്രയും നിങ്ങൾക്ക് ഒരു ക്ലൂ പോലെ തരുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ചെയ്യുക എന്നുള്ളതാണ്. വിഷമിച്ചും സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഇരിക്കാതെ നിങ്ങൾ എൻജോയ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ മൊമെന്റ് എൻജോയ് ചെയ്യുക, സെൽഫ് ലവിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, റിലാക്സ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്യുക, റിലാക്സ്. ഇങ്ങനെ എപ്പോഴും അലേർട്ട് ആയിട്ട് ഞാൻ ഇനി എന്താ ആക്ഷൻ എടുക്കേണ്ടത്, ഒന്നും നടക്കണില്ലല്ലോ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതുണ്ടല്ലോ, അങ്ങനെ ഒരു എനർജി ഇരിക്കാതെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി യൂണിവേഴ്സ് അത് കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നോളും. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവാം. ഈ ഒരു മാറ്റം നിങ്ങളിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കരിയറിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. എസ്പെഷ്യലി കരിയറിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ ഒരു അപ്ഗ്രേഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ നല്ല കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾ പരിചയപ്പെടുന്നതായിട്ട് കാണുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു യാഥാർത്ഥ്യം അതിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കുറേയും കൂടെ എന്താ പറയാ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ആ നെഗറ്റീവ് തോട്ട്സിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഇമോഷണലി കുറേയും കൂടെ സ്റ്റേബിൾ ആയിക്കൊണ്ട് നിങ്ങൾ ആകുന്നതായിട്ട് കാണുന്നു. വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ ഒരു ഈ രണ്ട് കാർഡ്സ് ആണ് ഇങ്ങനെ, ഈ ഒരു കാർഡ് ഇങ്ങനെ ഇടയിൽ ഒന്നില്ലാത്ത പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ അണ്ടർലൈൻ ഇങ്ങനെ ആയിട്ട് കണ്ടത്. ലൈഫിൽ ഒരുപാട് പ്രോഗ്രസ്. ഓക്കെ, ഒരുപാട് പ്രോഗ്രസ് ആണ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് ആയിട്ടുള്ള ടേൺ ആണ് ഉണ്ടാവുന്നത്. നിങ്ങൾ വളരെയധികം ഒരു ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. മാത്രമല്ല പ്രോഗ്രസ് ലൈഫിൽ സംഭവിക്കുന്നു, ബാലൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുറേയും കൂടെ ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറേയും കൂടെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നു. ഈ പറഞ്ഞ നെഗറ്റീവ് തോട്ട്സ്, ഓക്കെ, അതിൽ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീൽ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന ആ തോട്ട് പാറ്റേൺ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ വളരെ ഫ്രീ ആകുന്നു, വളരെ സ്വതന്ത്രമായിട്ട് ഒരു ഈ പറയുന്ന ഈ ഓവർ തിങ്കിങ് എന്നുള്ള ആ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് വളരെ റിലാക്സ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ഇങ്ങനെ ഞാൻ കേൾക്കുന്നത് വെമ്പി നിൽക്കുകയാണ്. അതായത് എപ്പോ വേണമെങ്കിലും അത് സംഭവിക്കാം. പക്ഷെ സംഭവിക്കുന്നതിന് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ആ ഒരു എനർജി പാടില്ല. അതിലിരുന്നിട്ട് നിങ്ങൾക്ക് അത് കിട്ടില്ല. ഓക്കെ, അത് മാറുക, അതിൽ നിന്ന് മാറി കഴിഞ്ഞു പോയതല്ലേ, അത് അവസാനിച്ചതാണ്. നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്നത് വളരെ നല്ലൊരു കാലമാണ്. അപ്പൊ അതിനെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളോട് ഇപ്പൊ പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ബാക്കി എല്ലാ യൂണിവേഴ്സ് അതിന്റെ സമയത്തിന് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരും, ഒക്കെ അടുപ്പിച്ച് തരും. ഓക്കെ, ഒന്നുകൊണ്ടും നിങ്ങൾ ഒന്നിനും ആയിട്ട് പിന്നെ നിങ്ങൾ അതിന്റെ പിറകെ പോകേണ്ടതോ അതിനെ പിടിച്ച് വലിച്ചടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ അതിനെ അനുവദിക്കുക. ആ അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് റിലാക്സ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. കണ്ടു, എംബ്രസ് എനർജിയിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു തരത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രഗന്ധ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ 15 എന്ന നമ്പർ 1515 എന്നുള്ള നമ്പർ ഈ റീഡിംഗ് കാണുന്നതിന് 24 മണിക്കൂറിനുള്ളിൽ മുൻപായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നമ്പർ ഒന്നിൽ കൂടുതൽ തവണ കാണുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണെന്നുള്ള ഒരു എക്സ്ട്രാ കൺഫർമേഷൻ കൂടിയാണ്. ഓക്കെ, വളരെയധികം നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള സന്ദേശം തന്നെയാണ്. എന്താണ് ഈ കാപ്രിക്കോൺ പൗർണമിയിൽ ഗ്രൂപ്പ് 3യോട് യൂണിവേഴ്സിന് നൽകാനുള്ള പ്രത്യേക സന്ദേശം? സമാധാനത്തിന് ശ്രദ്ധ കൊടുക്കാൻ പറയുന്നു. മനസ്സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ, ഒരു വല്ലാതെ ദേഷ്യം വരുന്ന, ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു എനർജി ഇപ്പം ഉണ്ടാവും. പെട്ടെന്ന് എല്ലാവരോടും ദേഷ്യം വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും എന്ന് കാണുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്യുക. ക്ഷമ വേണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ട്രിഗറിങ് എനർജി ഉണ്ട്. ചിലപ്പോൾ ചുറ്റുള്ളവർ നിങ്ങളുടെ ക്ഷമയെ നല്ലോണം പരീക്ഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ നിങ്ങളോട് പെരുമാറുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്തായാലും ശ്രദ്ധ കൊടുക്കണ്ട. ഓക്കെ, അവരുടെ എനർജിയിലേക്ക് നിങ്ങൾ താഴ്ന്നു പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ലേ, ആ ടാസ്കുകളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നു. അതിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അത് ഓരോന്നും നിങ്ങൾ ഒരുപാട് റിവാർഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ്, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ഔട്ട്കമ്മിലേക്കാണ് എത്തിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിലേക്ക് ഫോക്കസ്, അതിന് മാത്രം ശ്രദ്ധ കൊടുക്കുക. ഇപ്പോഴത്തെ ഈ എനർജിയിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തോരം ചാലഞ്ചിങ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ തോന്നിയാലും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തെ കൈവിടാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ അതിൽ ശ്രദ്ധ കൊടുത്ത് തന്നെ മുന്നോട്ട് പോവുക. കാരണം ഈ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ അവസാനിക്കാനാണ് പോകുന്നത്. ഓക്കെ, ഈ ചാലഞ്ചിങ് സിറ്റുവേഷൻ അവസാനിച്ച് നിങ്ങൾ വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ കോൺഫിഡൻസ് അത്രയും ഉയർത്തുന്ന, നിങ്ങൾക്ക് അത്രയധികം ഒരു അഭിമാനം തോന്നുന്ന ഒരു നിലയിലേക്കാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അത് അവസാനിക്കണേന്റെ ആ ഒരു എനർജി ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രിഗറിങ് എനർജി ഉണ്ടാവുക, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതോ അല്ലെങ്കിൽ അസ്വസ്ഥമായിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ആയിട്ട് കൂടുതൽ ഫേസ് ചെയ്ത് തോന്നുന്നുണ്ടെങ്കിൽ അത് അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കും, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുക, മുന്നോട്ട് പോവുക. ബാക്കിയെല്ലാം കൃത്യസമയത്ത് തന്നെ യൂണിവേഴ്സ് അത് കൊണ്ടെത്തിക്കുന്നുണ്ട്. ലൈഫിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമേ ഇല്ല. ക്ഷമയോടെ ആയിരിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോവുക. ലൈഫിൽ ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ളതിലേക്കാണ്, നിങ്ങൾ എന്തിലാണോ അലൈൻഡ് ആയിട്ടുള്ളത് ആ ഒരു എനർജറ്റിക്കൽ അലൈൻമെന്റ് നടക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് കാണുന്നു. ഇത് നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ളതാണ്. നിങ്ങളിലേക്ക് അത് എന്തായാലും വന്നു ചേരുന്ന ചെയ്യും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. വളരെ പെട്ടെന്നാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഈ കാര്യങ്ങളൊക്കെ അലൈൻഡ് ആകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത് അത് വളരെ പെട്ടെന്നാണ് എന്ന് കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടിയേക്കണേ നോക്കൂ. ഇത് അണ്ടർലൈൻ എനർജി ആണ്. ഇത് ഞാൻ ഡെക്ക് കട്ട് ചെയ്തപ്പോൾ കണ്ട കാർഡാണ്. പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്. അപ്പൊ അതിന് തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഇത്രയും നാളെ ലൈഫ് കുറച്ചൊരു സ്ലോ മൂവിങ് ആയിരുന്നിരിക്കും, നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഇല്ലാതെ പോകുന്ന ഒരു ലൈഫ് ആയിട്ടിരിക്കും. ആ കുറേ നാൾക്ക് ശേഷമാണ് നിങ്ങൾ ഈ ഒരു ഫാസ്റ്റ് പേസ്ഡ് ചേഞ്ചസ് കാണുന്നത്. അതിങ്ങനെ കുറച്ച് നാളത്തേക്കല്ല, കണ്ടിന്യൂസ്ലി. അതും ഈ ടവർ എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഇവൻ നിങ്ങളുടെ ലൊക്കേഷൻ തന്നെ നിങ്ങൾ ചിലപ്പോൾ മാറും. ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തേ ആയിരിക്കില്ലേ ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ വേറെ സ്ഥലത്ത്. അങ്ങനെ അതൊക്കെ ഒരു ടവർ മൊമെന്റ് തന്നെയാണ്. ഓക്കെ, പെട്ടെന്ന് മാറുക. അപ്പം അങ്ങനെ മാറുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറയേണ്ടത് ഇത് എനിക്ക് അലൈൻഡ് ആയിട്ടുള്ളതാണ്,
ഞാനിപ്പോൾ നിൽക്കുന്ന ഫ്രീക്വൻസിയിൽ ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫ്രീക്വൻസി പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. എൻ്റെ എനർജിയിൽ ഉണ്ടായ അപ്ഗ്രേഡ് കൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന ഒരു ബോധ്യം എപ്പോഴും നിലനിർത്താൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ചിലർക്ക് ഇത് നിങ്ങളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ തന്നെയായിരിക്കും, അതായത് ആ ഒരു റൊമാൻറ്റിക് ആസ്പെക്റ്റിൽ തന്നെയായിരിക്കും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പം എസ്പെഷ്യലി നിങ്ങളൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് എങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലവ് ലൈഫിൽ അത്രയും നല്ല എക്സ്പീരിയൻസസ് ഒന്നും അല്ല ഇതുവരെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ, അങ്ങനത്തെ ഉള്ള നിങ്ങളിലേക്കാണ് ഒരു വളരെ നല്ലൊരു കണക്ഷൻ, വളരെ ഒരു പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നല്ല അനുഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ അതുകൊണ്ടും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അതിനോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ അതിന് തയ്യാറാണെന്നൊന്നും യൂണിവേഴ്സ് ഇവിടെ കംപ്ലീറ്റ്ലി നോക്കുന്നില്ല. ഓക്കെ, കാരണം ഇത് നിങ്ങളുടെ ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ഇത് ലോങ് ടേമിലേക്കുള്ളതാണ്. ഇവിടെ ആ ഒരു മാരേജ് ഫാമിലി പൊട്ടൻഷ്യൽ ഒക്കെ ഉള്ള ഒരു കണക്ഷൻ ആണ്. ഇത് കുറച്ചു നാളത്തേക്ക് വന്നു പോകുന്ന ഒരു കണക്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം ഒന്നും ക്ലിയർ ആവില്ലെങ്കിൽ വഴിയെ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ, അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുത്തേ പറ്റുള്ളൂ. റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് ഈ മാറ്റം അതിന് വരുന്ന പോലെ സ്വീകരിക്കാം. അത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ലൈഫിൽ ഏത് മേഖല ആയിക്കോട്ടെ, അതിന് വരുന്ന പോലെ സ്വീകരിക്കാം. അവിടെ നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടാകുന്നു. നിങ്ങൾ എവിടെയൊക്കെയാണോ നിങ്ങൾ മുന്നേ തോറ്റുപോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായെന്ന് തോന്നിയിട്ടുള്ളത്, അതെല്ലാം യൂണിവേഴ്സ് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ അതിനേക്കാൾ അപ്പുറം, നിങ്ങൾ ചോദിച്ചതിനും അപ്പുറം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ അത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അതിനെ അനുവദിക്കണം. ഓക്കെ, അതിനോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കണം. വരും ദിവസങ്ങളിൽ ഒരുപാട് നല്ല വാർത്തകളെ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ആ വരുന്ന ഓരോ നല്ല വാർത്തകളെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം. നിങ്ങൾക്ക് ഡെസ്റ്റിൻഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പൊ അത് ഓരോരോ കമ്മ്യൂണിക്കേഷന്റെ രൂപത്തിൽ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതിനെല്ലാം സ്വീകരിക്കുക, സന്തോഷിക്കുക, അതില് ഓക്കെ മുന്നോട്ട് പോവുക. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുക, മുന്നോട്ട് പോവുക. ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിൽ മാത്രം. അപ്പൊ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, ആ ഒരു റിച്വൽ ചെയ്യുന്നു, അതിന് കൂടെ ഫിസിക്കൽ ആക്ഷൻസ് എന്തെടുക്കുന്നു, അതെടുക്കുന്നു. ബാക്കി ഒന്നിലേക്ക് നിങ്ങൾ ശ്രദ്ധ 3D റിയാലിറ്റിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നേ ഇല്ല. അതെങ്ങനെയാ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലൊരു റിയാലിറ്റി ഉണ്ട്, അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് ഉറപ്പിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. അങ്ങനെ ആ എനർജിയിൽ തന്നെ പോകണം. അങ്ങനെ പോകുമ്പോഴാണ് ഈ മാറ്റങ്ങളൊക്കെ ഒന്നിന് പിറകെ ഒന്നായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് കാണാൻ സാധിക്കുക. അതിനോട് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നെ പെട്ടെന്ന് മുന്നോട്ട് പോകാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞ വരും ദിവസങ്ങളിൽ നല്ല നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അതെല്ലാം സ്വീകരിക്കുക. അതൊക്കെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കാം. നിങ്ങളുടെ ആഗ്രഹ സബലീകരണങ്ങളാകാം ഈ പറയുന്ന ഓരോ നല്ല വാർത്തകളും. അപ്പോൾ അതിൽ സന്തോഷിക്കുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.